നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഒന്ന് നോക്കുക. അതിനുശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മെച്ചമുണ്ടാകും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം. അതേപോലെ തന്നെ ഇത് നമുക്ക് ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എഫ് എന്നല്ല, എഫ് സെഗ്മെൻറ്റ് നിഫ്റ്റി എന്നല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, ഫ്യൂച്ചർ ഓപ്ഷൻസ്, സ്റ്റോക്കുകൾ, സ്വിംഗ് ട്രേഡിന് വളരെ നല്ല രീതിയിൽ ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഒരിക്കലും കോളോ ടിപ്പോ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പനി വ്യൂ അനലൈസ് ആണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ബോറടിക്കുന്നവർ, റിവഞ്ച് ട്രേഡ്, ഓവർ ട്രേഡ് ചെയ്യുന്നവർ, ടെൻഷൻ അടിച്ചൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കുറച്ച് ലൈവ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ബെനിഫിറ്റ് ആവുമോ എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടാക്കി എടുക്കുക. കാരണം എൻ്റെ ശൈലി നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം മാത്രം നേരിട്ട് വിളിക്കാനൊക്കെ ശ്രമിക്കുക. എന്താണെങ്കിലും പഠിക്കാനാണെങ്കിലും ശരി, ലൈവിലേക്കാണെങ്കിലും ശരി, നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ, നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 മാർക്കറ്റ് ഏകദേശമൊക്കെ ഒരു തീരുമാനമായി. 13 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത്. അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഗ്യാപ്പ് അപ്പ് അല്ല. 69 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് നമുക്ക് ആദ്യമേ അങ്ങ് സെലക്ട് ചെയ്യാം. സിയിലാണെങ്കിൽ 24,900 സിയിൽ, പിയിൽ ഓക്കെ. അപ്പോൾ സിയിൽ 24,900, പിയിൽ 25,100 നമ്മൾ സ്ട്രൈക്ക് ഓൾമോസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അനലൈസിങ്ങിലേക്ക് പോകാം. ഫ്യൂച്ചറിൻ്റെ അനലൈസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായിട്ട്. ഇൻഡെക്സിലേക്ക് അങ്ങനെ കാര്യമായിട്ട് നമ്മളങ്ങനെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിൽ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം. 25,125 നമ്മൾ ഇന്നലെ ഓൾറെഡി വൈകിട്ടത്തെ സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആയിരിക്കുന്ന 11 പോയിൻ്റാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് എവിടത്തേക്കാണ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 25,124 എന്നുള്ളൊരു ലെവല്, അതിന് മുകളിൽ, അത് വേണ്ട, 12 പോയിൻ്റ് അല്ലേ, 25,129 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഹിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 12 പോയിൻ്റാണ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, 13 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കണേ. അപ്പോൾ ആ ലൈനും പ്രസക്തിയില്ല. 25,120 13 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ 25,135 മാർക്കറ്റ് പോയി ഓപ്പൺ ആവാനായിട്ടേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ, ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള 3:15 ക്യാൻഡിലിൽ മാർക്കറ്റ് ലോ 25,117 വന്ന് നിൽക്കിയിരിക്കുന്നത്. ക്ലോസും ഏതാണ്, 25,120.20. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു ലോ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ RSIയിൽ ഇവിടെ ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നിലവിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് 25,135 പോയി ഹിറ്റ് ചെയ്ത് ഇപ്പോഴേ നിൽക്കുന്നത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അതിന് അവിടെ നിന്ന് ഒരു അപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ
25,143 നമുക്കൊരു ലൈൻ ഏകദേശമൊക്കെ വരച്ച് വെക്കണം. 25 കണക്ക് കൂട്ടിയിട്ട് 25,145. അപ്പോൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും നമുക്ക് ഈ ഒരു സ്പേസാണ് താൽക്കാലികമായിട്ട് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളൂ. അതായത് 25,145. അതിന് മേലോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 25,167 മാർക്കറ്റ് മൂവ് ചെയ്യും. അതിനുശേഷം 25,180. അതിനുശേഷം ചിലപ്പോൾ ഇന്ന് വരില്ല, ചിലപ്പോൾ നാളെ നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ, എക്സ്പയറി ഡേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 25,208 മാർക്കറ്റ് പോകണം ഫ്യൂച്ചറിൻ്റെ കേസിൽ. ഇപ്പം നേരെ മറിച്ച് നമുക്ക് താഴത്തോട്ടാണ് ഇവിടെ നിന്ന് റിവേഴ്സ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,105 നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സ്, ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുള്ളൂ, 25,088. അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ സ്റ്റെപ്പായിട്ടാണ്. അത് ഓരോ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അവിടെ നിന്നും ഒരു മൂവപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 25,008 മാർക്കറ്റ് മൂവ് ആവുന്നത്. OAയുടെ കണക്ക് വെച്ചിട്ട് നോക്കിയാലും മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ 2 മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന്, അതായത് 25,100 25,200 അതാണ് മേജറായിട്ടുള്ള 2 സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടുള്ളത്. അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 25,000 ചിലപ്പോൾ നാളെ മാർക്കറ്റ് ഫാൾ ആവണം. ഇപ്പോൾ മേളിലോട്ടാണെങ്കിൽ വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ താഴത്തോട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവല് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 9:12. ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഏകദേശം ഈ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ സിയുടെ കേസിൽ വളരെ മേജറായിട്ടുള്ള, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 സപ്പോർട്ട് ലെവല്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ RSI ക്രോസ് ഓവർ 2 മിനിറ്റ് താഴത്തോട്ടാണ്. ഇവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ 160, 170, 185 മാർക്കറ്റിൻ്റെ ട്രിഗർ പ്രൈസസ് ആയിട്ട് മാർക്കറ്റിലുള്ളത്. അത് വഴിയേ നോക്കാം. ഇൻ കേസ് പിയുടെ കേസിലാണെങ്കിൽ RSI പിയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഏത് ഭാഗത്തിന് താഴത്തോട്ട് പോയാലാണ് ലോ ആവുമെന്നുള്ളത്, ഏകദേശം 118 താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ലോ ആവത്തുള്ളൂ. അതിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയ 125. 125 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് ഏരിയ 125. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 161 വരെയൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ LRG ചെയ്തിട്ട് നമ്മൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. 9:14 മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. നമ്മുടെ ഈ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആവുന്ന ഒരു മെത്തേഡ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ സിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 25,130 ബ്രേക്ക് ചെയ്താൽ 25,145 മാർക്കറ്റ്, 25,145 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. RSI സിക്ക് അനുകൂലമായിട്ടാണ് 2 മിനിറ്റ്, പിക്ക് അനുകൂലമായിട്ടാണ് 2 മിനിറ്റിൽ നിൽക്കുന്നത്. അപ്പം 125, 120 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. എന്തിനെ സംബന്ധിച്ച്? പിയിനെ സംബന്ധിച്ച്. അതിന് താഴത്തോട്ട് പി പോയാൽ 120 താഴത്തോട്ട് പോയാൽ മാത്രമാണ് 130, 145 വരെ ചെറിയൊരു വിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. നിൽക്കുന്ന സിയിൽ എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 148 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ 154-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ.
125 താഴത്തോട്ട് വന്നാൽ മാത്രമേ പി ഇ ഡൗൺ ആവത്തുള്ളൂ. 50 മിനിറ്റ്സിൻ്റെ RSI ഫ്യൂച്ചറിൽ 25,120 ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഒരു ഡോജി ക്യാൻഡിലാണ്. അത് ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമാണ് ഓക്കെ 155 മുട്ടിയില്ല. ഏകദേശം 155. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ മേളിൽ നമ്മൾ വരച്ച ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ബ്ലൂ ലൈനിലേക്ക് മാർക്കറ്റ് മുട്ടാനായിട്ട് പോകുന്നതേ ഉള്ളൂ. 160 എക്സ്പാൻഷനായി നിൽപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഫ്യൂച്ചറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ വരച്ച ബ്ലൂ ലൈൻ ഓൾമോസ്റ്റ് മുകളിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഈ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 25,135 മുകളിൽ മാർക്കറ്റ് നിൽക്കണം. ഓക്കെ, നമ്മൾ വരച്ച ആദ്യത്തെ ആ ഒരു വൈറ്റ് ഡോട്ടിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 160. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അത് സ്ട്രഗിൾ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി 25,161 ആദ്യത്തെ ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും കുറച്ച് സ്ട്രഗിൾ വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രീവിയസ് ഡേയിൽ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിന് ടാലി ആയിട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു റിവേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 165 എക്സ്പാൻഷൻ ചെയ്തിട്ടിരിക്കണേ. ആ ആദ്യത്തെ ടാർഗറ്റ് മാത്രമാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതും ബ്രേക്ക് ചെയ്ത്, അപ്പോൾ അതായത് നിലവിലുള്ള ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുകയാണ് SMAയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് 160 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഇനി 165 ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്. RSI ചെറിയൊരു മടക്ക് ക്രോസ് ഓവർ വരുന്നുണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരുവിധ സംശയമില്ല. എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. കാരണം RSI സ്റ്റേബിൾ ആയിട്ടാണ് പോണത്. ഇപ്പോൾ ഇവിടെ 165 മാർക്കറ്റ് ടിക്ക് ചെയ്യാനുമായിട്ട് കിടപ്പുണ്ട്. അടുത്ത ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിലായാൽ 160 ബ്രേക്ക് ചെയ്താൽ 165 ബ്രേക്ക് ചെയ്താൽ 169 സിയുടെ മൂവ്മെൻറ്റ്. കാരണം ആ 50 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ ക്യാൻഡിൽ ഒരു ചെറിയ അപ്പും കൂടെ അടിക്കാനായിട്ടുണ്ട്. എവിടം വരെ? 25,151 ഒരു വിക്ക് അടിക്കാനുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ SMA നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല. പിയിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നിലവിലുള്ള 2 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ 119.90, അപ്പോൾ 118 121 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പിയുടെ പോകത്തുള്ളൂ. $165 അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. വൈറ്റ് ഡോട്ട് വരെ മാർക്കറ്റ് എത്തും. പിന്നെ അതിൻ്റെ മുകളിൽ SMA ആണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. അതായത് ഒരു ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ 170 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,167 CE മൂവ് ചെയ്യുന്നത്. തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാവും താഴത്തോട്ട്. കാരണം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്തൊക്കെ വെക്കുന്നത് വളരെയധികം ബുദ്ധിയാണ്. അല്ലെങ്കിൽ അടുത്ത ബ്രേക്കൗട്ടിൽ വീണ്ടും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 169 നമ്മൾ ഏകദേശം പറഞ്ഞത്. ആ ലെവലിലേക്കാണ് മാർക്കറ്റ് എത്തിയത്. അതായത് 50 മിനിറ്റ്സിൽ 125,151 25,155 വരെ മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ SMA ഉണ്ട്. 170 ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 150 ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ 50 ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണം. 20-21 പോയിൻ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി, വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മുകളിലോട്ട് പോകണം.
കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൽ ഹയർ വിക്കൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് നിമിഷം താഴത്തോട്ടൊരു വലിവ് വരാം, അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം സീൽ ഹോൾഡ് ചെയ്യാനും. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്യാൻഡിലായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. ഒറ്റയടിക്കൊന്നും ഗ്രീൻ മുകളിലോട്ട് പോകുന്നു പ്രതീക്ഷിക്കേണ്ട, സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോവുള്ളൂ. ഈ ഒരു വൈറ്റ് ഡോട്ട് വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു 25,155 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ 25,167 RSI ക്രോസ് ഓവർ ആവുന്നുണ്ട്. ഇന്നലത്തെ സെയിം പോലെ തന്നെ ഇത് റെഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഫാൾസ് ഡൗൺ സിഗ്നൽ വരാനുള്ള പോസിബിലിറ്റി നമ്മളെപ്പോഴും മനസ്സിൽ കാണണം. നൂറ്റി 64 താഴത്തോട്ട് വന്ന മാർക്കറ്റ് 157 ഫാളാവും. സി അത് എവിടം വരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണെങ്കിലും 150 വരെയൊക്കെ വരത്തുള്ളൂ. 170 ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അടുത്ത എക്സ്പാൻഷൻ ഏരിയ 175 പക്ഷെ അത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ചും കൂടെ ഒരു ലോ വരാനുണ്ട്, 103 ലോ വരാനുണ്ട്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് 25,167 വരെയൊക്കെ പോകുമെന്ന് നോക്കിയിട്ട് മതി. മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക, നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നൂറ്റിമൂന്നിലേക്ക് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അത് 103 വരുമ്പോൾ ഇത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. $21 തൽക്കാലം ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയം വളരെ കുറവായിട്ടുള്ളൂ. ഇതൊരു പിൻബാറാണ്. ഈ പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മുകളിലോട്ട് പോവുള്ളൂ. കറക്റ്റ് 103 ഭാഗത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു ഡേഞ്ചർ സിനാരിയോ ആണ്. ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ഇനി 175 നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് 150 വരും. കാരണം പിയിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 157 സപ്പോർട്ട് എടുക്കാൻ വരുമെന്ന് നോക്കാം. 157 150 സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു പിയിൽ ഹൈ 114. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 171 പോയിന്റ്. മാർക്കറ്റ് സമയം 9:24. ഇനി ഒരു 6 മിനിറ്റ് ഒന്ന് സെറ്റിലാവാനുള്ള ടൈം 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിന് കൊടുക്കണം. ഒരു ക്യാൻഡലിന് OHCL എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് മാറി നിൽക്കുക. അതിനുള്ള സൂചന ഓൾറെഡി ഒരു പിൻബാറായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ആയിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ഒന്നെങ്കിൽ ഒന്നാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്യാൻഡലിൽ റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് നിമിഷവും പിയിൽ ഒരു മൂവ്മെൻറ്റ് വരും, അത് വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 157 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയൊരു സുഖമുള്ളൊരു സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും പോരാ ശരിക്കും. 166 ബ്രേക്ക് ചെയ്താൽ 175 അഗെയിൻ മൂവ് ചെയ്യും. ഇവിടെ മഞ്ഞ ലൈനിൽ മുട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ടാലി ആവണം, ഈ ഒരു ഹൈ ആയിട്ട് ടാലി ആവണം. അതുകൊണ്ട് ഇത് അത്ര വലിയൊരു സുഖമുള്ള, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് നമുക്ക്
അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊരു പിൻബാറാണ്, അതൊരു റിവേഴ്സ് സൈനാണ്. ഇവിടെ 103ൻ്റെ ഭാഗത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. തിരിച്ച് ഈ ഒരു ക്യാൻഡിലിന് മുകളിലേക്ക് വരണം. അത് മനസ്സിലാക്കിയിട്ട് ചെയ്താലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇവിടെ SMA ടാലിയായി, അതായത് SMA ബ്രേക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ടാലിയാക്കി. നമ്മൾ 152 50 ആണ്, 53 മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ SMA കൂടെ വരാനായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടേ ഇനിയൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ 175 ഹിറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സഡൻ ഡംപ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആ ഡമ്പാണ് താഴത്തോട്ട് വന്നത്. അപ്പം അത് എടുത്തേക്കുന്ന സപ്പോർട്ട് ഒരു കറക്റ്റ് ലെവലിലല്ല. കാരണം 150 152 ആണ് സപ്പോർട്ട് എടുക്കണേ. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് 118 122 എത്തുമെന്ന് നോക്കാം. അതിനുശേഷം മാത്രം നമ്മളൊരു മൂവ്മെൻറ്റിനെ പറ്റി ആലോചിച്ചാൽ മതി. ഡബിൾ സപ്പോർട്ട് ഇവിടെ SMA എടുക്കുന്നുണ്ട്, പക്ഷെ ഒരു വിക്കും കൂടെ താഴത്തോട്ട് വരേണ്ടതായിരുന്നു. ഇതൊരു ഗ്രീനായിട്ടൊന്നും നമ്മൾ കണക്കാക്കണ്ട. 166 മേളിലോട്ട് വന്നാൽ 170 മൂവ്മെൻറ്റ്. അങ്ങനെ 170 പോയാൽ 165 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അങ്ങ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 9:30 കഴിയാതെ അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ വരത്തില്ല. ഈ ഗ്രീൻ കണ്ടൊന്നും നമ്മൾ ചാടിക്കയറി എടുക്കേണ്ട, അതൊന്നും ഒരു നല്ല ഗ്രീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ളൊരു പോസിബിലിറ്റി 160 ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ എന്തായാലും മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ 166 ബ്രേക്ക് ചെയ്താൽ 170 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മുകളിലോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 103 വാനിഷ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ കൂടെ ചിലപ്പോൾ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിള് ഇവിടെ കാണിക്കുന്നത് തന്നെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ആവശ്യമുള്ള 21 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്, 22 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ ഗ്രീൻ 166 ബ്രേക്ക് ചെയ്താൽ സ്റ്റേബിളായിട്ട് നിന്നാൽ 170. അങ്ങനെ 170 പോയാൽ ഒരു വിക്ക് അടിച്ച് പോകത്തേ ഉള്ളൂ. അതൊരു ഡേഞ്ചറസ് ഏരിയ ആണ്. മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഗ്രീനും റെഡും മാറി മാറിക്കൊണ്ടിരിക്കും. കാരണം ഇനിയിപ്പോൾ ഈ SMA കൂടെ താഴത്തോട്ടൊന്ന് വന്ന് ടാലി ആവാനുണ്ട്. അപ്പോൾ പിയുടെ കാര്യം തൽക്കാലം നമുക്കവിടെ നിൽക്കട്ടെ. പിയുടെ സ്ട്രൈക്ക് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അപ്പം എന്തായാലും ചെറിയൊരു പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് പിയുടെ മൂവ്മെൻറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ളത് 110. അത് തന്നെ ഉള്ളൂ, 110 തന്നെ ഉള്ളൂ. വേറെ ഡെൽറ്റ വാല്യൂ കൂടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 25 200 നോക്കേണ്ടി വരും. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയണത് 190 191 ബ്രേക്ക് ചെയ്താൽ 195 ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. സമയം തീരെ കുറവായിപ്പോയി. സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇതിന് മാറിപ്പോയി. എന്തായാലും $25 200 പി ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടിയത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രീൻ ലൈൻ വന്നപ്പോഴേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊരു സുഖമുള്ള ഗ്രീൻ ലൈൻ അല്ല. കാരണം ഇവിടെ SMA ടാലി ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചാടി നമ്മൾ ഗ്രീനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. 150 സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇത് 195 ടച്ച് ചെയ്യണം കണക്കും പ്രകാരം. ചാക്കോ മാഷിൻ്റെ കണക്കും പ്രകാരമാണെങ്കിൽ നമുക്കത് ടാലി ആവുമെന്ന് നോക്കാം. നൂറ്റി 95 196 ആ ക്യാൻഡിലൊന്ന് ക്ലോസ് ആയിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ക്യാൻഡിലൊന്ന് ക്ലോസ് ആവണം. 197 199
199-ലാണ്. അപ്പോൾ ഒരു 195-ലൊക്കെ ട്രെയിൽ ചെയ്തിട്ടാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. 200 വരെ എത്തിയിട്ടുണ്ട്. 25-200. അത് ഇത്തിരി സ്പീഡായിട്ടുള്ള മാറ്റലായി പോയി. കാരണം ഡെൽറ്റ വാല്യൂ കൂടാനുള്ള ചാൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് മാറ്റി പിടിച്ചത്. 189, 190 ബ്രേക്ക് ചെയ്താൽ 195 നമ്മൾ പറഞ്ഞത്. അത് ഓൾറെഡി ഇപ്പോൾ 201-ലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്. അതുകൊണ്ട് 145 എന്നുള്ളത് സപ്പോർട്ടായിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ക്യാൻഡിൽ ക്ലോസ് ആവണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. $210-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 205 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവിടെ വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തത്. ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ, അത് നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. വൈറ്റ് ഡോട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ 145 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് എന്തായാലും കിട്ടത്തുള്ളൂ, അല്ലാത്ത പക്ഷം കിട്ടത്തില്ല. അപ്പോൾ ഈ വൈറ്റ് ഡോട്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പിന്നെ 130 ലെവലിലേക്ക് മാർക്കറ്റ് പോകും. ഇപ്പോൾ താഴത്തെ ഒരു ബ്ലൂ ലൈനിലേക്കാണ് വന്നുകൊണ്ടിരിക്കണേ. കാരണം ആ PE ക്രോസ് ഓവർ ആവാതെ നമുക്ക് എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മേളത്തെ ടാർഗറ്റും ഓൾറെഡി എടുത്തു. പിയിൽ താഴത്തേക്കുള്ള ടാർഗറ്റിലേക്കും 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ 190 ആണെങ്കിലും 205, 15 പോയിന്റ് ആണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പം മറ്റേ സ്ട്രൈക്ക് 190-ൻ്റെ ഒരു സ്ട്രൈക്ക്, മറ്റേ സ്ട്രൈക്കിന് ചിലപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് കിട്ടില്ല. അതാണ് നമ്മൾ പെട്ടെന്ന് ഡെൽറ്റ വാല്യൂ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്കായിട്ടൊന്ന് ചേഞ്ച് ചെയ്തത്. 15 മിനിറ്റ്സിൽ താഴത്ത് 25-105 വന്നുകൊണ്ടിരിക്കണേ. നമ്മൾ താഴത്തെ ഒരു ബ്ലൂ ലൈൻ വരച്ച ഭാഗത്തേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കണേ. ഈ വൈറ്റ് ഡോട്ട് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി നിന്നാലാണ് ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തോട്ട് പോരത്തുള്ളൂ. നമ്മൾ ഈ വരച്ച വര ഏകദേശം ഒരു വരയാട്ടോ നമ്മൾ വരക്കുന്ന വരയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഒരു ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ 1.5 പോക്കായിരിക്കും. കാരണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഇവിടുത്തെ ക്യാൻഡിലൊക്കെ വളരെ ലെങ്തി ക്യാൻഡിലാണ്, സിംഗിൾ ക്യാൻഡിലാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാക്സിമം കയറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പം മറ്റേ സ്ട്രൈക്കാണ് എടുത്ത് ഹോൾഡ് ചെയ്തതെന്നുണ്ടെങ്കിലും വിഷയമൊന്നുമില്ല. ആ ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് മറ്റേ സ്ട്രൈക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. 15 മിനിറ്റ്സിൽ നമ്മുടെ ബോർഡർ ലൈൻ ടച്ച് ചെയ്യാൻ പോണു. അതൊന്നും മാറ്റട്ടെ. ഞാൻ ബ്ലൂ ലൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ചെയ്യത്തില്ല, അവിടെ നിന്ന് റിവേഴ്സ് ആവും. അപ്പോൾ ആ മാറ്റിയിട്ട് അങ്ങനെയെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി പോരുന്നുണ്ടെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 1/3 ആയിട്ട് ഇറങ്ങും 2 ദിവസം കൺസോൾട്ടേഷന് ശേഷം. നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ പോകും നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. 238 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മാർക്കറ്റ് നിൽക്കത്തില്ലെന്ന് എനിക്ക് തോന്നണം. 230 നമ്മൾ 238 പറഞ്ഞിരിക്കണേ. 238 ബ്രേക്ക് ചെയ്താൽ പിന്നെ 293 മാർക്കറ്റ് പോകത്തുള്ളൂ. $232 വരെ പോയിട്ടുണ്ട്.
നമുക്ക് 5 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു അക്യുറസി കിട്ടും. $215 ഫാളായി. $238 നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു ലെവൽ 227 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ലെവല് ഈ ഒരു യെല്ലോ ലൈൻ്റെ ടോപ്പർ ലെവല്. ഇപ്പോൾ പോയി നിൽക്കുന്ന ക്യാൻഡില് വൈറ്റ് ലൈനിൽ ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് പോകാതെ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 140 മുകളിലോട്ട് പോയാൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. എനിവേ എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. $227, $238. അടുത്ത ആദ്യത്തെ ടാർഗറ്റായി 227 മാർക്കറ്റ് നിൽക്കുന്നത്. ഈ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ 140 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിലും ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. ഈ ക്രോസ് ഓവർ റെഡിലേക്ക് മുട്ടാതെ നമുക്ക് സിയിൽ ഒരു ലോങ് ഹോൾഡിംഗ് ഒന്നും എന്തായാലും പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പിയിൽ ആ സ്ട്രൈക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്താലും വിഷയങ്ങളൊന്നുമില്ല. ഞാൻ പുതിയതായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സ്ട്രൈക്ക് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും പോയിൻ്റ് അവിടെ കിട്ടും. കാരണം ഒരു റിവേഴ്സ് വന്നപ്പോൾ മാസീവായിട്ടുള്ള പോയിന്റുകൾ നമുക്കവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചത്. RSI പി സൈഡ് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. 50 അല്ലെങ്കിൽ കർവ് ആവണം. ഈ 50 കർവായാൽ മാത്രമാണ് നമ്മൾ സിയിലേക്ക് 140 ബ്രേക്ക് ചെയ്ത കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. 140 ബ്രേക്ക് ചെയ്താലാണ് സിയിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഈ 50 ഇവിടെ നിന്ന് RSI തിരിയാനായിട്ടുള്ള സൂചന ഒന്നും തന്നിട്ടില്ല. സിയിൽ ഒരു RSI കർവിൻ്റെ സൂചനയൊന്നും നിലവിൽ തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ ഓടിച്ചാടി സിയിൽ കയറി വെറുതെ പണി മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത് 15 മിനിറ്റ്സിലും ഒരു കർവ് ഒന്നോ ഒരു ക്രോസോ ഒന്നും തന്നിട്ടുമില്ല. പിന്നെ അത് എടുക്കാനുള്ള സപ്പോർട്ട് ഏരിയ ഒന്നും വന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത്ര വലുതായിട്ടൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. എന്തിലേക്ക്? സിയിലേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കണ്ട. ചെറിയൊരു പോയിന്റ് നമുക്ക് കിട്ടി, അത് കൃത്യമായിട്ട് എടുത്തു, മാറി എന്നുള്ളതല്ലാതെ പിയിലേക്ക് പിൻബാർ വന്ന് നമുക്ക് ഡൈവർജൻസിൻ്റെ സൂചനയൊക്കെ തന്നതാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ മാക്സിമം എടുത്തത്. എന്തായാലും വീഡിയോ എന്തായാലും പോസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഉടനെ സിയിട്ട് എന്തായാലും നോക്കുന്നില്ല. ചെറിയ ടൈം ഫ്രെയിമിൽ, കാരണം ഒരു ബിഗ് മൂവിനുള്ള ഗ്യാപ്പിലാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത് തന്നെ. 15 മിനിറ്റ്സിൽ 30 മിനിറ്റിലാണെങ്കിലും RSI ഡൗൺ സൈഡ് തന്നെയാണ്. ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല 15 മിനിറ്റ്സിൽ. ഇങ്ങനൊരു ഡോജി ക്യാൻഡിലായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിയിൽ 226 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ 238 ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ
RSI 2 മിനിറ്റിൻ്റെ മേളിൽ ചെന്നിട്ട് താഴത്തോട്ട് ക്രോസ് ഓവർ ആയ മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവും. ലെഫ്റ്റ് സൈഡിൽ CE ഇപ്പോൾ സ്റ്റേബിളായിട്ട് 2 മിനിറ്റ് പോവുകയാണ്. അത് ഈ RSI ഇവിടെ ഒരു മടക്കിൻ്റെ സൂചന തന്നിട്ടുണ്ട്. ആ മടക്കിൻ്റെ സൂചനയോടുകൂടി ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 135 നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്താലും നമുക്കൊരു 127 സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അപ്പോൾ എത്ര പോയിന്റ് ഉണ്ട് സ്റ്റോപ്പ് ലോസ്? ഒരു സൂചന സിക്കോ പറഞ്ഞു തരുന്നതിന് മുമ്പേ മാർക്കറ്റ് മൂവ് ചെയ്ത് പോവാം. ഒരു സൂചന ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു എൻട്രി പോസിബിൾ ആണെങ്കിൽ 135 എടുത്താലും 125 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ആ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കയറിപ്പോയി 140 145 വരെ. നമ്മൾ 140 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പറഞ്ഞതെങ്കിലും ഇവിടെ ഒരു സൂചന തന്നത് കാരണം നമുക്കൊരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത്ര ശാശ്വതമൊന്നും അല്ലത്, കാരണം ഇവിടെ ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ സപ്പോർട്ട് ഫസ്റ്റ് റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് താഴത്തോട്ട് പോന്ന മാർക്കറ്റ് വീണ്ടും 185 പോരും. 140 147 പിന്നെ പോയാൽ 150. ഇപ്പോൾ ഈ SMA റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടോ. അതും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാലാണ് ഈ ഒരു ഡോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫർദർ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല ഈ ക്യാൻഡിലിൻ്റെ. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ ഹയർ വിക്കും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം. ഇങ്ങനെയുള്ളൊരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കുമ്പോൾ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചേക്കണം. ഇതൊരു റെസ്പെക്റ്റാണ്. ആ ഡോട്ട് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ 135 എടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു 136 കയറ്റി വെച്ചേക്കുക. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ റൗണ്ട് അപ്പ് പോയിൻ്റൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ റെസ്പെക്റ്റാണ് ഇവിടെ ചെയ്തത്, മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവിടെ ഒരു 2 പോയിന്റ് കയറ്റി അങ്ങ് വെച്ചേക്കുക. ഒന്നെങ്കിൽ 2 പോയിന്റ് പ്രോഫിറ്റ് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 157 കിട്ടണം. ആ തീരുമാനത്തിൽ ഉറച്ചങ്ങ് നിൽക്കുക, അത്രേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നു. സംശയത്തോടു കൂടി ട്രേഡ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒന്നെങ്കിൽ എനിക്ക് 157 കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകണം. ആ 2 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചത് വേണമെങ്കിൽ ഒരു 3 പോയിന്റിലേക്ക് കയറ്റി വെക്കാം, പ്രശ്നങ്ങളില്ല. അതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ്. 15 മിനിറ്റ്സിൽ എന്തായി, 15 മിനിറ്റ്സിൽ RSIയുടെ ഒരു ക്രോസ് ഓവറിൻ്റെ വക്കത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ, സിയിൽ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതൊരു നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ 182 വരെ പോകാനൊക്കെ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് 157, അല്ലെങ്കിൽ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം, കയറ്റി വെച്ച് 2 പോയിന്റ് ഹിറ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി 21 പോയിന്റിന് മുകളിലായിട്ടൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കളയാനായിട്ട് ശ്രമിക്കരുത്, അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് കളയാനായിട്ട് ശ്രമിക്കരുത്. എപ്പോൾ പ്രോഫിറ്റ് ഇട്ട് കയറ്റിയാലും കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് നമ്മുടെ 21 പോയിൻറ്റ്സും നമ്മുടെ ബ്രോക്കറേജും കൂടെ അതിന് വേണ്ടിയിട്ടാണ് ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് കയറ്റി വെക്കാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്യാൻഡിലിൽ ഒരു ചെറിയ റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അങ്ങോട്ട് വരാതിരിക്കാം, അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് കയറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. 39 മിനിറ്റായി. എന്തായാലും ലൈവ് റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യത്തെ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തത്. അത് 220 വരെ അത് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയത് ഏകദേശം
ഇവിടം തൊട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരെയാണ്. അത് കയറിപ്പോയി. $153. നമ്മൾ 157 എന്തോ പറഞ്ഞത്, 157 വരെ മൂവ് ചെയ്തു. $161. ക്രോസ് ഓവർ. ആ ക്രോസ് ഓവറിന് മുമ്പാണ് നമുക്കൊരു അലർട്ട് കിട്ടിയിട്ട് റിവേഴ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. സീലും കിട്ടി, അത് ഹോൾഡ് ചെയ്യാതിരുന്നതുകൊണ്ട് താഴത്തോട്ടുള്ള സീലും കിട്ടി, പിയിലും ഓൾമോസ്റ്റ് കിട്ടി. ഇത് 165 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടം വരെ വന്നു എന്ന് വെച്ചത് നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ 9.29 ക്യാൻഡലിൻ്റെ ഒരു ഹൈയിലേക്ക്, അതായത് 160 ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരേണ്ടതായിട്ടുണ്ടെന്ന് രാവിലെ നമ്മൾ നോട്ട് ചെയ്തൊക്കെ വെച്ചേക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സൈൻസൊക്കെ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് പോകാം. അത് കറക്റ്റായിട്ട് ഈ ഒരു വിക്കിൻ്റെ ലെവലിലെത്തിയപ്പോൾ ഇവിടെ പി കറക്റ്റായിട്ട് 180 വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തെങ്കിലും ആവട്ടെ. ഇനി നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 165 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ 15 മിനിറ്റ്സിൽ ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്, റിവേഴ്സ് സൈനാണ്. SMA 15 മിനിറ്റ്സ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെഡൊന്നും അത്ര വലിയൊരു റെഡായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്, അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പം ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. 42 മിനിറ്റായി. അപ്പോൾ ഈ ക്യാൻഡിൽ 25,167 എത്തുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇപ്പോൾ സമയം ഏകദേശം 9:48. സാധാരണ 10 മണിക്ക് ഏതെങ്കിലും ഒരു ട്രിഗർ മാർക്കറ്റ് അടിക്കാറുള്ളതാണ്. അപ്പോൾ 10 മണിക്ക് മുമ്പ് 2 ഏരിയാസാണ് ഉള്ളത്. ഒന്ന് 25,155, സെക്കൻഡ് 25,167. ഇവിടെ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ഹിറ്റ് ചെയ്യാം. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ മാർക്കറ്റ് ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് 25,155, അല്ലെങ്കിൽ ആ യെല്ലോ ലൈൻ മുട്ടുമ്പോൾ സെക്കൻഡ് വന്നിട്ട് 25,167. ഇവിടെ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഫ്യൂച്ചറിൽ യെല്ലോ ലൈൻ മുട്ടുമ്പോൾ നമുക്ക് ഈ സ്ട്രൈക്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ട്രിപ്പിൾ ചാർട്ട് ആക്കിയിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ചാർട്ട് ആക്കിയിരിക്കുന്നത്. അത് ഏകദേശം നമ്മൾ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 50, 55, 5 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 160 to 165 ഒരു ട്രിഗർ പ്രൈസാണ്. അല്ലെങ്കിൽ DK വന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 12 മിനിറ്റ് കൂടെ ഉണ്ട്. 12 മിനിറ്റിൽ 9:10, 9:55, 9:57 അല്ലെങ്കിൽ 10:03 ഈ ടൈമിലൊക്കെയാണ് മെജോറിറ്റി നമ്മുടെ ലൈവിൻ്റെ ഏതെങ്കിലും ഒരു ട്രിഗറിലടിച്ച് മാർക്കറ്റ് നിൽക്കാറ്. ഏതെങ്കിലും ഒരു ട്രിഗറിലടിച്ച് ടാർഗറ്റ് പ്രൈസിൽ മാർക്കറ്റ് ഇടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ 9:55, 58, 10 മണിയോടുകൂടി മാർക്കറ്റ് 25,155 സിയുടെ സ്ട്രൈക്ക് 165 ബ്രേക്ക് ചെയ്തോ ആ ഒരു ലെവലിലേക്കോ നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ അത് അവിടെ നിന്നും കയറി 182 വരെയൊക്കെ പോയേക്കാം. ഓക്കെ, 25,155 മുട്ടാറായി. ഇവിടെ ഓൾമോസ്റ്റ് 164.80 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നിട്ടായിരിക്കും ബ്രേക്ക് ഔട്ട് ആവുന്നത്. 165 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകുന്നത് ഏകദേശം കുറച്ചും കൂടെ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് പോകും. നമ്മുടെ
25,155. സമയം എത്രയായി? 9:51. അപ്പോൾ നമുക്ക് ഈ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടും കൂടെ ആഡ് ചെയ്ത കാരണം അവിടെ ഒരു ഇത്തിരി സ്ട്രഗിൾ വരും. അതിൻ്റെ റീസൺ ഓക്കെ 167, 168, 170. അപ്പോൾ അപ്പുറത്ത് എവിടെയായി? 25,161 170. 12 പോയിന്റ് മൂവപ്പോൾ അവിടെ ആയാൽ 60, 67. 7 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എവിടം വരെ വരാം? ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എത്രയാ? 177. ഏകദേശം നമ്മൾ മഞ്ഞ ലൈനാണ് ആദ്യത്തെ സ്ട്രഗിൾ ഏരിയ പറഞ്ഞത്. എന്നാലും വലിയ പ്രശ്നങ്ങളില്ല. ഇത്ത രീതിയിൽ മാർക്കറ്റായി. ഇനി എന്തായാലും വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് 9-10 മണിയാകുമ്പോഴത്തേക്കും 25,167. എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ എത്താതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം. മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. എനിക്കൊരു ചെറിയ ആഗ്രഹമുള്ളത് 182. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഹാപ്പി. കാരണം കണക്കും പ്രകാരം ഈ റെഡിലേക്കും കൂടെ കയറിയാലാണ് നമുക്കൊരു അപ്പർ സൈഡാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. അപ്പോൾ ഈ RSI റെഡിലേക്ക് കയറി അത് മുകളിലോട്ട് പോകുന്നിടത്തോളം വരെ 15 മിനിറ്റ്സ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 25,180 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 25,208. അപ്പോൾ ഒരു 182 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 170 ആ ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്തിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കണം. 182ലേക്ക് ടച്ച് ആവുകയാണെങ്കിൽ ഒരു 170 ഭാഗത്തേക്ക് മാർക്കറ്റിനെ ക്ലോസ് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 160 ഒരു പ്രീവിയസ് സപ്പോർട്ട് ഏരിയ ആണ്. ആ 160 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഡൗണിലേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഹൈവേയിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും മാർക്കറ്റ് ഹൈവേയിലേക്ക് കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രതീക്ഷ നമുക്ക് ഇണക്കം പോലെ വന്നു കഴിഞ്ഞാൽ 182, 195 ആ ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരും. അപ്പോൾ ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. 170 ബ്രേക്ക് ചെയ്താൽ 182ലേക്ക് പോകുന്നതിനൊരു ഇത്തിരി വോളിയം കൂടുതലായിരിക്കും. 15 മിനിറ്റ്സിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോ ഈ ക്യാൻഡിലോ ഒക്കെ ആയിട്ട് 25,167ലേക്കും എത്താനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 60-67 പോയിൻറ്റ്. ഇവിടെ ഡെൽറ്റ വാല്യൂ കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്ട്രഗിളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ വിക്ക് 25,174 180 പോകണം. എന്തായാലും 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയത് കാരണം നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. 48 മിനിറ്റായി. ഇനി ഈ ഒരു ട്രിഗർ ആയിട്ട് ആവുകയാണെങ്കിൽ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ എപ്പോഴെങ്കിലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ലൈവിലേക്ക് ഇങ്ങനെയാണ് വ്യൂ അനലൈസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി സ്വന്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഇന്നലെ എനിക്ക് 2-3 മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ എടുക്കുന്നത് കാണിക്കൂ, വിൽക്കുന്നത് കാണിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടുകൊണ്ട് ആരും ഇത് പഠിക്കാനൊന്നും വരണ്ട, അല്ലെങ്കിൽ ലൈവിലേക്ക് വരണ്ട. എൻ്റെ ലൈവിൽ 10-12 പേരേ ഉള്ളൂ. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. 50 പേരോ 100 പേരോ ഒന്നും എൻ്റെ ലൈവിലില്ല. കൂടി ഒന്നൊരു 10-12 പേരേ ഉള്ളൂ. ആ 10-12 പേര് കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. 50 പേര് 100 പേര് 150 പേരൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അവർ കോളും ടിപ്പും പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരാണ്. അവരെ എങ്ങനെ പോയാലും സക്സസ് ആവില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്നവർ മാത്രമാണ് ഏത് ഫീൽഡിലാണെങ്കിലും ഉയർച്ച വന്നിട്ടുള്ളൂ. അത് ഏതൊരു സക്സസ് ആയ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരെന്തൊക്കെ അതിജീവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന്. ക്വിക്ക് മണി സ്കീം എൻ്റെ അടുത്തില്ല.
അപ്പോൾ അത് മനസ്സിലാക്കി കൂടെ കൂടാൻ പറ്റുന്നവർക്ക് ഡെഫിനറ്റ്ലി കൂടെ കൂടാം. ഒരു 5-6 മാസം കൊണ്ടൊക്കെ ഏകദേശം ഒരു നല്ല ട്രേഡറൊക്കെ ആയിട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഞാൻ പോസ് ചെയ്യാണ്. 25,167 എത്തിയ നമുക്ക് വീണ്ടും കാണാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് 25,167 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് 182 മാർക്കറ്റ് വരാൻ വേണ്ടി. വീഡിയോ പോസ് ചെയ്തു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിൻ്റെ ഏതാണ്ടൊക്കെ ഒരു ഭാഗത്തേക്ക് എത്തി. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് 25,167 അത് ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ടോപ്പിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ, അതായത് 25,174 മാർക്കറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 182 മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യത്തുള്ളൂ. RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ആവട്ടെ. പ്രീവിയസ് ഡേയുടെ ഹൈയിലാണ് തൽക്കാലം നമ്മളൊന്ന് മാറി നിൽക്കുന്നത്. അതായത് ഈ ഒരു പീക്ക് ലെവലിൽ 173. അപ്പോൾ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 9 പോയിൻറ്റും കൂടെ കിട്ടിയാൽ, അതായത് ഈ ഒരു സ്ട്രൈക്കിനെ അപേക്ഷിച്ച് 9 പോയിൻ്റൊന്നും ഒന്നുമല്ല. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്ക് ഏകദേശം പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പോയിൻ്റ് അപ്പ്, അത് 25,179. ഇവിടെ എന്തായാലും പക്ക കൺസോൾട്ടേഷൻ സോണാണ് 25,167 എന്നുള്ളത്. അപ്പോൾ അത് ഒരു മൂവ്മെൻ്റ് അപ്പ് പോയിട്ടാണ് താഴത്തോട്ട് വരുമെന്നുണ്ടെങ്കിൽ 75, 76, 78, 79, 82 ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് 85 ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. 82 നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടി 25,180. ഇനി അടുത്തൊരു മൂവ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,208 മൂവ് ചെയ്യണത്. അപ്പം അങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 187 ബ്രേക്ക് ചെയ്താൽ 195 മാർക്കറ്റ് പോകും. അപ്പോൾ 82 ഒരു 80 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചേക്കുക. 180 ട്രെയിൽ ചെയ്ത് വെക്കുക. 4 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ഒരു 2 പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്ത് കൊടുക്കാം. 82 ഓക്കെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് എത്താതെ ഡൗണിലേക്ക് പോയി. അപ്പോൾ നമ്മൾ 2 തവണ, ആദ്യത്തെ ഒരു തവണ 140 എടുത്തു, 157, 60 കൊടുത്തു, വീണ്ടും 140 ഒരു സപ്പോർട്ട് ട്രിപ്പ് എടുത്തു, അതാണ് 182 നമ്മൾ കൊടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഹൈവേയിലേക്ക് കയറി പീക്ക് മൂവ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനിടയ്ക്കുള്ള ട്രേഡ്സൊക്കെ അവോയ്ഡ് ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ 140 നിന്ന് 182 വരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ഡേ ക്യാൻഡിലിൽ ഇന്നലെ ഡോജി, അതിനുശേഷം അപ്പോൾ വൺ ഡേ ക്യാൻഡിലിൽ ഇതൊരു ഡോജിയാണ്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ടിപ്പ് പോയി ഇടിക്കാനുള്ളത് 25,172 വൺ ഡേ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു യാത്ര തുടങ്ങാൻ മാർക്കറ്റ് തുടങ്ങണേ ഉള്ളൂ. 195 നമ്മൾ പറഞ്ഞു തീർന്നില്ല, 195 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 182 ഓൾറെഡി പറഞ്ഞു. മാർക്കറ്റ് ഇനിയും പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫൈനൽ പറഞ്ഞത് 25,208 ആ ലെവലിലേക്ക് 207 ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ്. നമ്മുടെ അടുത്ത ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് സിയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എവിടം വരെ എത്തി? നമ്മൾ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൽ നമ്മൾ പറഞ്ഞത് 180 ട്രെയിൽ ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. 185, 82 ട്രെയിൽ ചെയ്യാനാണ് പറഞ്ഞത്. 82 ഇട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. ലോ 182.90 വരെ വന്നിട്ടുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്തു പോയി. ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു.
അപ്പോൾ 210 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലോവർ വിക്കിലേക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 200 ട്രെയിൽ ചെയ്ത് വെച്ചാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് 222 കാരണം ഇവിടെ ഒരു പോയിന്റിലാണ് ഇടിച്ചു നിൽക്കുന്നത്. 1 ഡേ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ വൈറ്റ് ഡോട്ട് ഡോജി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,183 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 209 ഇപ്പോൾ നിൽക്കുന്നത്. അത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് കയറ്റിയിട്ടാലും വിഷയങ്ങളില്ല. 200 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇന്ന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും 182 നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. 216 അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായി. 217, 218, 222 ഒരു പീക്ക് ടച്ചിങ് പോയിന്റ് ആണ്. 222 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 238 18. അപ്പോൾ ഒരു 210 താഴത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയമില്ല. എന്നെങ്കിൽ 210 എന്നൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടിക്കും. കാരണം വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്കിത് 50 മിനിറ്റ്സിലേക്കൊന്ന് ചാർട്ടൊന്ന് നോക്കാം. ഇരുന്നൂറ്റി 15 മിനിറ്റ്സിൽ RSI വെച്ചിട്ട് ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണെങ്കിലും 182 പറഞ്ഞെങ്കിലും അവിടെ നിന്ന് 10-25 പോയിന്റ് പിന്നെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 215 അതിൻ്റെ മുകളിലൊരു വയലറ്റ് ലൈൻ്റെ ടോപ്പ്, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് 222 ആ 222 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകാൻ പോകുന്നത് 238 ഇപ്പോൾ ഏകദേശം ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 57 പോയിൻ്റായി. അപ്പോൾ 135 എന്നുള്ള മൂവ്മെൻ്റാണ് ഏകദേശം ഈ ഒരു ടിപ്പിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 135 222 220 കൂട്ടിയാലും വലിയ വിഷയമില്ല. അതിൻ്റെ ഇടയ്ക്ക് പല ട്രേഡ് അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ടെൻഷൻ ഇല്ലാതെ ധൈര്യത്തോടു കൂടി ഒരു ട്രേഡ് എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.